കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്ത പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പേർക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചു. കൊച്ചിയിലെ CBI പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരടക്കം 10 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി T. രഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. ഗൂഢാലോചന കൂടി തെളിഞ്ഞതോടെയാണ് രഞ്ജിത്തിനും സുരേന്ദ്രനും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിനും ഗൂഢാലോചനക്കും ജീവപര്യന്തം ശിക്ഷയുണ്ടെങ്കിലും രണ്ടും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 14-ാം പ്രതി CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, 20-ാം പ്രതി മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, 21, 22 പ്രതികളായ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KV ഭാസ്കരൻ എന്നിവരെ 5 വർഷം തടവിനും ശിക്ഷിച്ചു. പ്രതികളെ സഹായിച്ചു, തെളിവ് നശിപ്പിച്ചു എന്നിവയാണ് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ. CPIM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ് മുഴുവൻ പേരും. നല്ല വിധി തന്നെയാണ് കിട്ടിയത്. ഇതില് 1 മുതൽ 8, 10, 15 പ്രതികൾക്ക് ജീവപര്യന്തവും 2 ലക്ഷം രൂപ വീതം ഓരോ പ്രതിയും അടയ്ക്കണം. 14-ാം പ്രതിയും 20 മുതൽ 22 വരെ പ്രതികൾക്കും 5 വർഷം തടവും 10,000 രൂപ ഫൈനും. വിചാരണ നേരിട്ട 10 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുടെ തീരുമാനം. ഇരട്ട ജീവപര്യന്തം ലഭിച്ചവർ 2 ലക്ഷം രൂപയും മറ്റ് 4 പേർ 10,000 രൂപയും പിഴയൊടുക്കണം. പിഴത്തുക ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന് നൽകാനും ജഡ്ജി N. ശേഷാദ്രിനാഥൻ ഉത്തരവിട്ടു. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗവും അറിയിച്ചു. പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ എത്രത്തോളം ശക്തമാണ്, അതിലുള്ള ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതെല്ലാം പരിശോധിച്ച് ഈ ജഡ്ജ്മെന്റിനെതിരായിട്ടുള്ള അപ്പീൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഒരാഴ്ചക്കകം തന്നെ ഫയൽ ചെയ്യാൻ പോകുന്നു. ഒരു മാധ്യമ പ്രവർത്തകന്റെയും പോലീസുകാരന്റെയും മൊഴികൾ KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പേർക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ നിർണായകമായി. 2-ാം പ്രതി സജി C. ജോർജ് വാഹനത്തിൽ ഒളിച്ചിരിക്കുന്നതായി പോലീസിനെ വിവരമറിയിച്ചത് മാധ്യമപ്രവർത്തകനായ മാധവനാണ്. ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ASI മനോജ് പോലീസ് സംഘവുമായി എത്തി സജിയെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ എത്തി സജിയെ മോചിപ്പിക്കുകയായിരുന്നു. മാധവനും മനോജും കോടതിയിൽ നൽകിയ മൊഴി കേസിൽ നിർണായകമായി. റിപ്പോർട്ടർ, കൊച്ചി.